ഒരുപാട് ആളുകൾക്ക് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശൈഖായ ആശാൻ ശ്രദ്ധ തങ്ങളാകുന്നത് ആണ്ടിൻ്റെ മാസമാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ. മഹാനവറുകളുണ്ടാക്കിയ ബൈത്താണ് നമ്മൾ ലാസ്റ്റ് പാടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഷെയ്ഖ് മീരട്ടു ബാബയുടെ ആണ്ടിൻ്റെ മാസമാണ്. അതുപോലെ വടകര മുഹമ്മദാജി തങ്ങളുടെ ആണ്ടിൻ്റെ മാസമാണ്. അങ്ങനെ പല മഹാന്മാരുടെയും ആണ്ടിൻ്റെ മാസമാണ് ഈ മാസം എന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. ദ്വാരപ്പെടാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാബയുടെ ഏറ്റവും അടുത്ത വ്യക്തികളിൽപ്പെട്ട സമീർ ഭായി ദുബൈ, അദ്ദേഹം ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിലാണ്, പ്രത്യേകം ദ്വാരക്കാൻ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അൻവാറുൽ മദീനയിലെ ട്രഷററായ UT ഖാദറിൻ്റെ അനുജൻ സുൽഫിഖർ അലി ബാംഗ്ലൂർ, അദ്ദേഹം ചെറിയ വിഷമത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കൾക്കൊക്കെ അസുഖമാണ്, പ്രത്യേകം ദ്വാരക്കാൻ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി കാതർച്ചയ്ക്ക് വേണ്ടിയും ദ്വാരക്കാൻ ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റു പല ആളുകളുടെ വിഷമങ്ങൾക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ട്, പ്രത്യേകം ദ്വാരക്കാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാവരുടെയും വിഷമങ്ങൾക്ക് അല്ലാഹു പരിഹാരം നൽകുമാറാകട്ടെ. അല്ലാഹു ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു നമ്മളെ ഖബൂലാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آله وصحبه سيدنا ومولانا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها قصر الغايات من جميع الخيرات بالحياة وبعد الممات. أرحم الراحمين يا رجل سيد صمدما يا الله നമ്മുടെ ഈ മജ്ലിസ് നീ കബൂലാക്കണേ റഹ്മാനേ. ഇവിടെ ഓതിയ ഖിറാഅത്തുകൾ നീ കബൂലാക്കണേ അല്ലാഹ്. ഓരോരുത്തർക്കും അർഹമായ പ്രതിഫലം നീ നൽകണേ റഹ്മാനേ. ഇതിന്റെ മിഥിൽ തവാബ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ. മറ്റുള്ള സർവ്വ അംബിയാ മുർസലുകൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഉലമാക്കൾ, ശുഹദാക്കൾ, നിന്റെ ഖൈറിന്റെ അഹ്ലാസുൽ മശായിഖുമാർ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലും പരിസരങ്ങളൊക്കെ മറപ്പെട്ട് നടക്കുന്ന സർവ്വ മഹാന്മാരുടെയും ഹദ്റത്തിലേക്ക് ഇതിന്റെ മിഥിൽ തവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അതുപോലെ നേരത്തെ പറയപ്പെട്ട സിദ്ധാന്തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ. മീരട്ടുപ്പാവിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ. വടകര മുഹമ്മദാജി ഞങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ. അതുപോലെ ഈ മാസത്തിൽ നമ്മൾ ഇവിടെ പറഞ്ഞു പോയ സർവ്വ മഹാരഥന്മാരുടെയും ഹദ്റത്തിലേക്ക് നിന്റെ മിഥിൽ തവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരെല്ലാവരുടെയും ദറജകൾ നീ വർദ്ധിപ്പിക്കണേ റഹ്മാനേ. പറയപ്പെട്ട സർവ്വ മഹാന്മാരുടെ കാവലും പൊരുത്തവും സഹായവും നമുക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, സർവ്വ മഹാന്മാരുടെ ഹഖ് ബറകത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ഉർമത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ഉർമത്ത് കൊണ്ട് റഹ്മാനേ, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ഭാര്യമക്കൾ, കുടുംബങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, വർഷങ്ങളാർ, വള്ളങ്ങളാർ, ദുആകൊണ്ട് വസീയത്ത് ചെയ്തവർ, റബ്ബേ നേരത്തെ പറയപ്പെട്ടവരും അല്ലാത്തവരുമായി നാമുമായി ബന്ധപ്പെടുന്ന സർവ്വ മുഅ്മിനീങ്ങൾക്കും ദുനിയാവിലും ആഖിറത്തിലും വിജയികൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവരെയും നമ്മെ നിന്റെ സ്വാധീനങ്ങളിൽ പെടുത്തിത്തരണേ റഹ്മാനേ. ജീവിതത്തിലുള്ള എല്ലാ വിഷമങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലാഹ്. അറിഞ്ഞിട്ടും അറിയാതെയും പരസ്യമായും രഹസ്യമായും വന്നുപോയ എല്ലാവരുടെ പാപങ്ങളെയും മജ്ലിസിന്റെ ബറകത്തോട് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. നമ്മുടെ ഓരോരുത്തരും ഖൽബിനെ ശുദ്ധിയാക്കി തരണേ റഹ്മാനേ. തഖ്വയുള്ള ജീവിതം നമുക്ക് നീ നൽകണേ അല്ലാഹ്. ഈമാനും തഖ്വയും നമുക്ക് നീ ഏറ്റിത്തരണേ റഹ്മാനേ. അല്ലാഹു നമ്മുടെ ഈമാൻ നീ കാമിലാക്കി തരണേ അല്ലാഹ്. അർഹമർ റഹീമീനായ സയ്യിദ് സമദമായ അല്ലാഹ്, നമ്മൾ ഓരോരുത്തരുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. ഓരോരുത്തർക്കുള്ള വിഷമങ്ങൾക്ക് നീ പരിഹാരം നൽകണേ അല്ലാഹ്. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ പലരുമുണ്ട് റഹ്മാനേ. അല്ലാഹു എല്ലാവരുടെ രോഗങ്ങൾക്ക് നീ ശിഫയാക്കണേ അല്ലാഹ്. റബ്ബേ, പലരും ദുആകൾ വസീയത്ത് ചെയ്തവരും രോഗികളുണ്ട് അല്ലാഹ്. എല്ലാവർക്കും നീ കാമിലായ ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹു നമ്മുടെ ഓരോരുത്തരുടെ ശരീരങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ട് അപകട മരണങ്ങൾ തൊട്ടും മാരകമായ രോഗങ്ങൾ തൊട്ട് നമ്മുടെ മുഴുവൻ നീ കാത്തു സലാമത്താക്കണേ അല്ലാഹ്.
വഴികൾ എളുപ്പമാക്കണേ അല്ലാ. മറ്റുള്ളവരുടെ ഹക്ക് മാറ്റി വെച്ചുകൊണ്ട് മരിക്കുന്ന ഒരവസ്ഥ നമുക്ക് ആർക്കും നീ ഉണ്ടാക്കല്ലേ അല്ലാ. നീ സലാമത്താക്കണേ അല്ലാ. മഈശത്തിന്റെ വഴി നീ വിശാലമാക്കി തരണേ അല്ലാ. സന്തോഷത്തിന്റെ ജീവിതം നമുക്ക് നീ നൽകണേ അല്ലാ. ജീവിതത്തിൽ ധാരാളം ഖൈറും ബറക്കത്തും നിഅമത്തും നമുക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ദാരിദ്ര്യത്തിൽ നമ്മളെ സലാമത്താക്കണേ അല്ലാ. പട്ടിണിയിലാക്കല്ലേ റബ്ബേ. മറ്റൊരാൾ മുമ്പിൽ പോയി കൈനീട്ടി യാചിക്കുന്ന ഒരവസ്ഥ നമുക്ക് ആർക്കും നീ തരല്ല അല്ലാ. റഹ്മാനായ റബ്ബേ, ജീവിക്കുന്ന കാലം മുഴുവനും ഇസ്സത്തോടെ ഈമാനോടെ തഖ്വയോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നമ്മുടെ മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ മരിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പായി മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കുവാനും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ലാ. നീ അതിന്റെ തൗഫീഖ് നൽകണേ അല്ലാ.